ലഹരിയുടെ പിടുത്തത്തിലും ഒക്കെ തകർന്നുപോയ വ്യക്തിത്വങ്ങളാണ്. ഞങ്ങളെയൊക്കെ രക്ഷിച്ച യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പരസ്യമായി കവലകളിൽ ഉയർത്തി കാണിക്കുന്നത്. യേശുവിനെ ആത്മാർത്ഥമായി അനുഗമിച്ചവർ, യേശുവിന്റെ വാക്കനുസരിച്ചവർ, യേശുവിന്റെ കൽപ്പന അനുസരിച്ച ഒരാളും പിന്നെ ജീവിതത്തിൽ പാപത്തിന്റെ വഴികളിലേക്കും തിന്മകളിലേക്കും പോയിട്ടില്ല എന്നുള്ള ഒരു പരമ യാഥാർത്ഥ്യം കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്നേ വരെ യേശുവിനെ ആത്മാർത്ഥമായി പിൻപറ്റിയവര്, ബൈബിൾ വായിച്ചിട്ടുള്ളവര്, ദൈവകൽപ്പന അനുസരിച്ചിട്ടുള്ള ആരും യേശുവേ യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ആരുടെയും കഴുത്തറക്കാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഇവിടുത്തെ പരസ്യ പ്രഭാഷണത്തിന്റെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വിശുദ്ധ മത്തായി സുവിശേഷം 11-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ വായിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിപ്രകാരമാണ്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പ്രത്യേകമായി അവിടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മതയുള്ളവനാകയാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അധ്വാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി, ശരീരത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, കുടുംബത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന ശാരീരിക അധ്വാനത്തെ അല്ല കർത്താവ് പറയുന്നത്. ഒത്തിരി ഭാരങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള ഭാരം, കടബാധ്യത തുടങ്ങി അനേകം ഭാരം ചുമക്കുന്നവരാ നമ്മൾ. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ആ അധ്വാനമെന്ന് പറയുന്നത്, ആ ഭാരമെന്ന് പറയുന്നത്, ആരാമ്യ പാപഭാരം ചുമന്നു പോകുന്ന മാനവകുലത്തെ നോക്കി അരുമനാഥനായ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊള്ളാമെന്നല്ല കർത്താവായ യേശുക്രിസ്തു പറയുക. നിങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കും. ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ, ആശ്വാസത്തിന്റെ നായകൻ, കരുണാസമ്പന്നൻ, സ്നേഹത്തിന്റെ നിറകുളമായ യേശുക്രിസ്തു വിളിക്കുക. സഹോദര, നീ ജീവിതത്തിൽ തകർന്നവനാണോ? മതത്തിന്റെ ചട്ടക്കൂടുകളും മാമൂലുകളും മതത്തിന്റെ കർമ്മമാർഗങ്ങളിലൂടെ ജീവിതത്തിൽ യാത്ര ചെയ്തിട്ട് ആശ്വാസം കണ്ടെത്താത്ത സഹോദര, ജീവിതത്തിൽ പാപഭാരം ഏറിക്കൊണ്ടുപോകുന്ന സഹോദര, നീ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ പലവട്ടം പോയി പോക്കറ്റിലിരുന്ന പൈസ ചെലവാക്കി കർമ്മകാണ്ഡങ്ങളിലൂടെ സഞ്ചരിച്ച് തീർത്ഥാടന യാത്രയുടെ പരമ്പര നടത്തിയിട്ട് നിനക്ക് ആശ്വാസം കിട്ടിയില്ലെങ്കിൽ അരുമനാഥനായ യേശുക്രിസ്തു പറയുന്നു, നീ എന്റെ അടുത്ത് വാ സഹോദര, ഉടപ്പിറപ്പേ, എനിക്ക് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിയും. അതല്ല, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. സർവമതത്വങ്ങളും ഒരുപോലെ വിളിച്ചു പറയുന്നു, മനുഷ്യൻ ഭാവിയാണ്, മനുഷ്യൻ ഭാവിയാണ്, മനുഷ്യൻ ഭാവിയാണ്. ഈ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന, പാപത്തിന് പരിഹാരം വരുത്തിയ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആകർഷിക്കുകയാണ്, അല്ലെങ്കിൽ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. എന്നിട്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാണ്. കണ്ടോ, സ്വന്തം ശിഷ്യന്മാരുടെ പാദം കഴുകി സാക്ഷാൽ ദൈവമായിരുന്നവൻ ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് പാവപ്പെട്ട മുക്കുവന്മാരായിരുന്ന തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി മാതൃക കാണിച്ച സൗമ്യതയും താഴ്മയുള്ള യേശു കർത്താവിന്റെ മുഖമേറ്റ് കർത്താവിനോട് പഠിപ്പി, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. ഇവിടെ ലോകത്തെ കിടകിടാ വിറപ്പിച്ച ചക്രവർത്തിമാരും ഫാസിസ്റ്റുകളും സെലിബ്രിറ്റികളും സിനിമാ താരങ്ങളും മഹാന്മാരും സാമൂഹ്യ നവോത്ഥാന പരിഷ്കർത്താക്കളും വിപ്ലവ നേതാക്കന്മാരും വിളിച്ചു പറഞ്ഞു, സംഘടിക്കാൻ ശക്തരാകുവിൻ. പക്ഷേ അവർക്കൊന്നും മനുഷ്യന് ആശ്വാസം നൽകുവാൻ കഴിയില്ല. എന്നാൽ ആശ്വാസം നഷ്ടപ്പെട്ട് സകലതും തകർന്ന് തരിപ്പണമായി ശാപങ്ങളിലും പാവങ്ങളിലും തകർന്നു നടന്ന, ഭ്രാന്തനെ പോലെ നടന്ന എന്നെയും ഞങ്ങളുടെ കൂടുള്ളവരെയും യഥാർത്ഥമായ ആശ്വാസവും സമാധാനം നൽകി ആശ്വസിപ്പിച്ച യേശുക്രിസ്തു നിങ്ങളെയും ആ സ്നേഹത്തിലേക്ക് ആകർഷിക്കുക. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ലോകത്തിൽ വന്നത് മതമുണ്ടാക്കാനല്ല, മതപരിവർത്തനം നടത്താനല്ല,
യേശു വന്നത് പാപികളെ തേടിയാണ്. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. സുവിശേഷ വിരോധിയായി ഭ്രാന്തനെ പോലെ, പേപ്പട്ടിയെ പോലെ, കഞ്ചാവ് വലിച്ച് കള്ളും പാറ്റിയാരായോ തമ്പാക്കും വീടിയും വലിച്ച് പാവപ്പെട്ട ബന്ധുക്കാരുടെ കടകൾ എറിഞ്ഞു തകർത്ത് പാസ്റ്റർമാരെ ഭീഷണിപ്പെടുത്തി അവരുടെ പോക്കറ്റിലിരുന്ന പൈസ എടുത്ത് വിവരേജി കൊണ്ടുപോയി കള്ളുകൊടിച്ച ഉണ്ണികൃഷ്ണനെ രൂപാന്തരപ്പെടുത്തിയത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളല്ല, യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. അത് ഞങ്ങൾ പ്രസംഗിക്കും. യേശുവേ യേശുവേ എന്ന് പറഞ്ഞാലും ആരുടെയും കഴുത്തറത്തിട്ടില്ല. ഇവിടെ പലരുടെ പേരും പറഞ്ഞുകൊണ്ട്, മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ കഴുത്തറക്കുന്നു. പാവപ്പെട്ട സ്ത്രീകളുടെ ഗർഭിണികളുടെ ഉദരത്തിൽ ശൂലം കുത്തിയിറക്കുന്നു. യേശുവേ യേശുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ തെരുവുകളിൽ കലാപം ഉണ്ടാക്കുന്നില്ല. കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങൾ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? ശത്രുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്. ശത്രുക്കളെ ദോഷികളായി കാണാനല്ല. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കിയ അരിമനാഥനാണ് പറഞ്ഞത്, ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ശപിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ അനുഗ്രഹിപ്പീൻ, നന്മ കൊണ്ട് തിന്മയെ ജയിക്കാൻ പഠിപ്പിച്ചു, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പഠിപ്പിച്ച സ്നേഹത്തിന്റെ മൂർത്തിഭാവമാണ് ഞങ്ങളുടെ കർത്താവ്. ആ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് ഞങ്ങളുടെ ദുഷ്ട സ്വഭാവങ്ങളിൽ നിന്നും ക്രൂരതകളിൽ നിന്നൊക്കെ ഞങ്ങളെ പിടിപ്പിച്ച്, മദ്യപാനത്തിൽ നിന്നും തകർച്ചയിൽ നിന്നും ശാപങ്ങളിൽ നിന്നും ഞങ്ങളെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപക്കറകളെ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് നിത്യജീവന്റെ വക്താക്കളും ഓഹരിക്കാരാക്കി ഞങ്ങളെ മാറ്റി. പ്രിയപ്പെട്ടവരെ, യേശുവിനെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് ആരെയും ദ്രോഹിക്കാൻ കഴിയത്തില്ല, ആരെയും കൊല്ലാൻ കഴിയത്തില്ല, കുത്തന ചെയ്യാൻ നിങ്ങൾക്ക് കഴിയത്തില്ല.